നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്, ഏറ്റുമാനൂർ MLA നാട്ടകം സുരേഷ് എന്നിവർക്ക് ഏറ്റുമാനൂർ നഗരസഭയുടെയും ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആദരവ് നൽകി. വികസന കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള നയപരിപാടികൾ ത്വരിതപ്പെടുത്തുന്ന നീക്കങ്ങൾക്കാണ് VD സതീശൻ സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ളതെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. പ്രളയം മൂലം കേരളത്തിലെമ്പാടുമുള്ള വിവിധ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ നഷ്ടത്തിൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സഹായഹസ്തം നീട്ടാൻ സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ശുദ്ധജലം നാട്ടിലെങ്ങും ലഭ്യമാക്കുക എന്നതാണ് തന്റെ വകുപ്പിന്റെ പ്രധാന ലക്ഷ്യം. അതിനായുള്ള നയപരിപാടികൾ വ്യാപാരികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും താൽപര്യങ്ങൾ പരിഗണിച്ച് നടപ്പിൽ വരുത്തുമെന്നും മന്ത്രി മോൻസ് ജോസഫ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിൽ പുതുതായി അധികാരത്തിൽ വന്ന UDF സർക്കാർ, ബഹുമാനായ പുതിയ മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുമ്പോൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വാഗ്ദാനം ഒരു പുതിയ പിറവിയിലേക്ക് കേരളത്തെ നയിക്കും എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് പുതിയ സർക്കാരിന് അനുകൂലമായി ഇത്രയും ശക്തമായ ഒരു വിധിയെഴുത്തുണ്ടായത് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം, കൂടുതൽ നല്ല കാര്യങ്ങൾ നടക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം കൂടുതൽ സത്യസന്ധതയോടെ നിർവഹിക്കുക എന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭാംഗങ്ങളുടെയും കടമയാണ്. വ്യവസായി നേരിടുന്ന പ്രശ്നങ്ങളിൽ കടകളിൽ മുഴുവൻ വെള്ളം കയറി ഉണ്ടായ നാശനഷ്ടം എന്ന് പറയുന്നത് വൻ തുകയാണ്. പീരാറ്റുപേട്ടയൊക്കെ തോസുകുട്ടിയുടെ ഭാഗങ്ങൾ ഞാനും പോയിരുന്നു. വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചത്. പക്ഷെ ഒരു കാര്യത്തിൽ ഈ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിസഭ പൊതുവെയും വളരെ പോസിറ്റീവായ നിലപാടെടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ്, ചെറിയ തുകയാണെങ്കിലും വലിയൊരു കാര്യമാണ്. കാരണം ആദ്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രളയക്കെടുതിയിൽ വെള്ളം കയറി നാശനഷ്ടം ഉണ്ടായത് ക്ലീൻ ചെയ്ത് അവിടെ കട വീണ്ടും തുറക്കാൻ കഴിയുന്ന വിധത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി 10,000 രൂപയുടെ ഒരു അടിയന്തര ദുരിതാശ്വാസ സഹായം ആദ്യപടി എന്ന നിലയിൽ കൊടുക്കാൻ കേരളത്തിൽ ഒരു ഗവൺമെന്റ് തയ്യാറാവുന്നത് മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന ഇപ്പോൾ അധികാരത്തിൽ വന്ന UDF സർക്കാരാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏറ്റുമാനൂരിന്റെ മുഖച്ഛായ മാറ്റിയിരിക്കുമെന്ന് നാട്ടകം സുരേഷ് MLA പറഞ്ഞു. ഏറ്റുമാനൂർ ടൗണിന്റെ ഗതാഗത കുരുക്കും മാലിന്യ പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കും. നിയോജക മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനം എല്ലാ അർത്ഥത്തിലും പൂർത്തീകരിക്കുമെന്നും നാട്ടകം സുരേഷ് MLA മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ഞാൻ 1995 മുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഈ പ്രാവശ്യം നടന്നതുപോലെ ഇത്ര ശാന്തമായി, ഇത്ര ഭംഗിയായി, യാതൊരു പരാതികളുമില്ലാതെ കേരളത്തിലെ ഈ മഴക്കെടുതിയെ ദുരിതം അത് ജനങ്ങളിലേക്ക് അധികം ആഘാതമായി ഏൽക്കാത്ത വിധത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിലും ഒരു തരത്തിലുള്ള പരാതി ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാ ക്യാമ്പുകളും 2 തവണയിലേറെ സന്ദർശിച്ചിട്ടുണ്ട്. യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടോമി പുളിമാൻ തുണ്ടം അധ്യക്ഷത വഹിച്ചു. ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് NP തോമസ്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പുഷ്പ വിജയകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷറർ PC ജേക്കബ്, സംസ്ഥാന സെക്രട്ടറിയും കോട്ടയം ജില്ലാ പ്രസിഡന്റുമായ MK തോമസ് കുട്ടി, ജില്ലാ കമ്മിറ്റി അംഗം ടോമി ഡൊമിനിക്, ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വർക്കിംഗ് പ്രസിഡന്റ് ജോർജ് തോമസ് മുണ്ടേക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുടുംബങ്ങളിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് അംഗങ്ങളായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സിബി ചിറയിൽ, മറിയാമ്മ മാത്യു, ഉഷ സുരേഷ്, രശ്മി ശ്യാം എന്നിവർക്ക് പ്രത്യേകം ആദരവ് നൽകി. i4 ന്യൂസ്, ഏറ്റുമാനൂർ.